വീണ്ടും മേപ്പാടിയിലേക്ക് പോകുന്നു. അവിടെ രഞ്ജിത്ത് രാമചന്ദ്രൻ ഉണ്ട്. രഞ്ജിത്ത്, ഈ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ സൈന്യത്തെ നിയോഗിച്ചും ആവശ്യമായ ഇടപെടലുകൾ നടത്തിയും കൂടെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് ഇന്ന് നേരിട്ട് വയനാട്ടിലേക്ക് എത്തുന്നത്. അത് വയനാട്ടുകാരെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് ഇത്രമാത്രം ആശ്വാസകരമാണ്. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അദ്ദേഹം നേരത്തെയും വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. ഒപ്പം ഗവർണറുണ്ട്, അദ്ദേഹവും നേരത്തെ വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ രണ്ടുപേരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഈ ഒരു സാഹചര്യം കുറച്ചുകൂടി അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാവാനും ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എത്രമാത്രം ആശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഘട്ടത്തിലെ സന്ദർശനം? ഭവ്യ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഏറ്റവും സ്തുത്യർഹമായ സേവനം ഈ ദുരന്ത മേഖലയിൽ നടത്തിയത് നമ്മുടെ സൈന്യമാണ്, നമ്മുടെ ആർമിയാണ്. അവരെത്രത്തോളം അവരുടെ ജീവൻ പോലും പണയം വെച്ച് അത്രത്തോളം കഠിനാധ്വാനം നടത്തി നിരവധി ആളുകളെ രക്ഷപ്പെടുത്തി, നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ഏതാണ്ട് ഒരു 1.5 ആഴ്ചയോളം അവർ അവിടെ തുടർന്നിരുന്നു. അതിനുശേഷമാണ് അവർ മടങ്ങിയത്. ഭാഗികമായാണ് അവർ മടങ്ങിയത്. അതിനുശേഷം അവരുടെ ഒരു യൂണിറ്റ് ഈ ബെയിലി പാലം നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില സാങ്കേതിക വിദ്യകൾ അത് കൈമാറിയതിനു ശേഷവും മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സൈന്യത്തിൻ്റെ ബെയിലി പാലമായിരുന്നു. നമുക്കിപ്പോൾ രാവിലെ മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടെ നമ്മുടെ മോർണിംഗ് ഷോ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെയാണ് ബെയിലി പാലമുള്ളത്. അവിടെ ആ ബെയിലി പാലത്തിലൂടെയാണ് ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട മുണ്ടക്കൈ പ്രദേശത്തേക്ക് ആളുകൾ പോകുന്നത്. മറ്റു പാലം അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലം ഒലിച്ചുപോയി. അപ്പോൾ ഈ ബെയിലി പാലമാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായി ആളുകൾക്ക് തങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ അവശേഷിക്കുന്നുണ്ടോ എന്നടക്കം അറിയാനുള്ള ഏക മാർഗം. അതുപയോഗിച്ചാണ് ജനം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് സന്ദർശിക്കുക എന്ന് പറയുന്നതിന് ഈ ദുരന്തം കഴിഞ്ഞിട്ട് 12 ദിവസം കഴിയുന്നു. 12 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വലിയ സെക്യൂരിറ്റി ഒരുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം വന്ന ദിവസം നമുക്കറിയാം തെരച്ചിൽ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെ ജനകീയ തെരച്ചിലുണ്ടായിരുന്നു. 4-5 മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമുണ്ടാക്കും എന്നുള്ള കൃത്യമായ ബോധ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രിക്കും അടക്കം കേന്ദ്രത്തിനും അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഒരു 2 ആഴ്ചയെങ്കിലും ഈ സന്ദർശനത്തിൽ ഒരു വൈകലുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലടക്കം ഒരു നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കേന്ദ്രം എന്നുള്ളതാണ്. കൃത്യമായി ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൃത്യമായ രൂപരേഖ കേന്ദ്രത്തിന്റെ മനസ്സിലുണ്ട് എന്താണ് വയനാടിനായി ചെയ്യാനുള്ളത് എന്ന കാര്യത്തിൽ. അത് മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം സുരേഷ് ഗോപി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയെ. അതനുസരിച്ചുള്ള ബോധ്യപ്പെടൽ കേന്ദ്രത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു ആശ്വാസം, ഈ പറഞ്ഞ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസം വയനാട്ടുകാർക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ നിർണായകമാക്കുന്നത്. നമുക്കിനി ഒരുപാട് സമയം കാത്തിരിക്കേണ്ട. ഏതാണ്ട് 2 മണിക്കൂറിനകം അദ്ദേഹം ഇവിടെ കണ്ണൂരിലെത്തും. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം സ്വീകരിക്കാനായി കണ്ണൂരിലുണ്ട്. ഒരുപക്ഷെ അവർക്കൊപ്പമായിരിക്കാം ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷം ഒരു യോഗത്തിൽ അദ്ദേഹം അല്പസമയം പങ്കെടുക്കുമെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ കേന്ദ്ര ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയിരുന്നു. 2000 കോടിയുടെ പാക്കേജാണ് കേരളം അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നല്ല തോതിലുള്ള വയനാടിനെ പുനരുജ്ജീവിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം വയനാട് കാത്തിരിക്കുന്നുണ്ട് ആ സന്ദർശനത്തെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കെട്ടിപ്പടുക്കണം. കാരണം അത്രമാത്രം ഒലിച്ചുപോയ ആ നാട്, അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ നാട് വീണ്ടും നമുക്ക് കെട്ടിപ്പടുക്കണം. നമ്മുടെ കേരളത്തിന് ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കണം. അതിന് വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ വയനാട്ടിൽ കൂടുതൽ സൗകര്യങ്ങളും ടൗൺഷിപ്പും ഒക്കെ ഒരുക്കാൻ സ്വകാര്യ കമ്പനികളടക്കം കൂടുതലായി രംഗത്തെത്താനുള്ള ഒരു സാഹചര്യവും മുന്നിൽ കാണണം, അല്ലേ? ഇത് ഈ ടൗൺഷിപ്പിലേക്ക്, അതായത് നമുക്കറിയാം ദുരന്തബാധിത മേഖലയിൽ ഇനിയൊരു വാസം അസാധ്യമാണ്. നമ്മൾ നേരത്തെ പുത്തുമലയിലും ഒക്കെ അത് കണ്ടതാണ്.
ആ മേഖലയിലേക്ക് പിന്നീടും മനുഷ്യരെ തള്ളി താമസിക്കാനായി വിടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. കാരണം നമുക്കറിയാം എത്രത്തോളം ആഘാതം ആ പ്രദേശത്ത് ഉണ്ടായി എന്നുള്ളത്. അവിടെ 2 ഗ്രാമങ്ങളാണ് ഒട്ടാകെ ഒലിച്ചുപോയത്. അവിടെ 400 വീടുകളെക്കുറിച്ച് ഒരു അറിവുമില്ല. അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഹൃദയഭേദകമാണ് കാഴ്ചകൾ. കാരണം ഇവിടെ ഓരത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ തൊട്ട് കാണിക്കുന്ന ഇത് ഇന്നയാളുടെ വീടായിരുന്നു, ഇത് മറ്റേ ആളുടെ വീടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വീടുണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടമുണ്ടായ ഒരു പ്രദേശമാണ്. അപ്പോൾ നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെയാണ് ഈ ടൗൺഷിപ്പ് അടക്കമുള്ള കൂടുതൽ മാർഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അത് കേരളം ചിന്തിക്കുന്നുണ്ട്. ഈ ആർക്കിടെക്ട് ശങ്കർ അടക്കമുള്ള ഹാബിറ്റാറ്റ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടുകൾ നഷ്ടപ്പെട്ട, ഭവനങ്ങൾ നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മറ്റൊരു സ്ഥലത്ത് അവർക്ക് ജീവനോപാധി അടക്കം ഏതെങ്കിലും തരത്തിൽ സമ്മാനിച്ചുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയ ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അതിനുള്ള സഹായമാണ് കേന്ദ്രം നമുക്ക് നൽകേണ്ടത്. പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയം കണ്ട് നൽകേണ്ടത്. ഒപ്പം ഈ ജൈവപരമായ അല്ലെങ്കിൽ ഈ കാലാവസ്ഥാപരമായ വയനാട്ടിലെ മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടാകണം. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തണം. അവിടെ മനുഷ്യവാസം എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്തണം. അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇതിലൊരു കൃത്യമായ പഠനം നടത്താനൊക്കെ കേന്ദ്രത്തിന്റെ കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിക്കാനൊക്കെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സന്ദർശനം സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഭവ്യ.